ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കാണുന്ന സാധാരണ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ലായിരുന്നു. 2002 ആ ചരിത്ര നിമിഷം. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയാകാൻ അദ്ദേഹം മത്സരിച്ചു. അന്ന് ഭരണപക്ഷമായ BJPയും പ്രതിപക്ഷമായ കോൺഗ്രസും ഒരുപോലെ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നത് വലിയൊരു പ്രത്യേകതയായിരുന്നു. പ്രമുഖ സ്വാതന്ത്ര്യ സമര നായികയായിരുന്ന ലക്ഷ്മി സെഗാൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അബ്ദുൽ കലാം നേടിയത് ഏകദേശം 92% വോട്ടുകളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്ന്. പിന്നീട് 2012 അദ്ദേഹം വീണ്ടും മത്സരിക്കണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയ കളികളിൽ താല്പര്യമില്ലാതിരുന്ന ആ വലിയ മനുഷ്യൻ മാന്യമായി അത് നിരസിച്ചു. രാജ്യത്തെ സ്നേഹിക്കാൻ അധികാരത്തിന്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അധികാരത്തിന്റെ ഉയരങ്ങളിലിരുന്നപ്പോഴും ലാളിത്യം മുറുകെ പിടിച്ച ആ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. വിനയമാണ് ഏറ്റവും വലിയ കരുത്ത്.